സർ, ഇത്തവണ ചോദിക്കുന്നൊരു ചോദ്യം നമ്മുടെ ബിഹൈൻഡ് ദ സ്ക്രബിൽ വന്ന ഒരു സംശയമാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ആണ്, അതിൻ്റെ പേരിൽ സ്ഥിരമായിട്ട് മീൻ ഗുളിക കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതായത് ഒമേഗ 3 കഴിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ഹോർലിക്സിൻ്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഒമേഗ 3 എന്ന് പറഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു തരം കൊഴുപ്പ് മാത്രമാണ്. അത് നമ്മുടെ ഈ ഒമേഗ 3 എന്ന് പറയുമ്പോഴത്തേക്കും അത് ALA, EPA, DHA അങ്ങനെ ഷോർട്ട് ഫോം വേറെ അങ്ങനെ 3 ടൈപ്പ് സാധനമാണുള്ളത്. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ അത് തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു നിന്ന് ലഭിക്കണം, അതായത് ഭക്ഷണത്തിൽ കൂടെ ലഭിക്കണം. ഏറ്റവും സാധാരണ ഇത് ലഭിക്കുന്നത് നമ്മുടെ അയല, മത്തി, കലവ തുടങ്ങിയ മീനുകളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മീൻ ഗുളിക എന്ന് നമ്മൾ എപ്പോഴും പറയുകയും ചെയ്യുന്നത്. എന്നാൽ വെജിറ്റേറിയൻസ് ഇത് അല്ലെങ്കിൽ മീൻ ഗുളിക കഴിക്കണോ എന്നുള്ളതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സാധാരണ കാണുന്ന നമ്മുടെ പാലക്കെന്ന് പറഞ്ഞ ചീരയില്ലേ, അതുപോലത്തെ ചീര, അല്ലെങ്കിൽ നമ്മുടെ ബീൻസ്, അതുപോലെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ഇതിനകത്തൊക്കെ ധാരാളം ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറിയൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഒമേഗ 3 സപ്ലിമെൻറ്റ് കഴിക്കണമെന്നില്ല. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരു നോർമൽ ആഹാരം കഴിക്കുന്ന ആൾക്ക് ഒരിക്കലും നമ്മുടെ എന്തെങ്കിലും രീതിയിലുള്ള സപ്ലിമെൻറ്റ് എടുക്കേണ്ട ഒമേഗ 3 കഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് ഒരു ലിമിറ്റും ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക.